എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിലും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ആളുകൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട SC ST വിഭാഗങ്ങളിൽ റിയലായിട്ടുള്ളൊരു കണക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേറ്റിലും ശ്രദ്ധിച്ചാൽ ഈ ST SC വിഭാഗങ്ങളിലും താഴ്ന്ന ഹിന്ദു സമൂഹത്തിലുള്ള മറ്റുള്ള പല ഗ്രൂപ്പുകളും ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന എല്ലാവരും ആ ഹിന്ദു പേരുപയോഗിച്ചുകൊണ്ടും ഹിന്ദുവിൻ്റെ ആ റിലീജിയൻ കാസ്റ്റ് റിലീജിയൻ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയിട്ട് അവർ ഇപ്പോൾ കൺവേർട്ടായി ക്രിസ്ത്യൻ പെന്തക്കോസ് ഗ്രൂപ്പിൽ, അതേ ക്രിസ്ത്യനിൽ നല്ല ഓർത്തഡോക്സ്, യാക്കോബ അങ്ങനത്തെ നല്ല നല്ല സ്റ്റാൻഡേർഡ് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ പറയുന്ന പോലെ ബ്രാഹ്മൺ, ക്ഷത്രിയ അങ്ങനെ പറയുന്ന പോലെ ഈ ഹിന്ദു ക്രിസ്ത്യൻസിലും ഉണ്ട് ആ വേർതിരിവ്. അങ്ങനെയുള്ള ആളുകളിലല്ല ക്രിസ്ത്യൻ സമൂഹത്തിൽ താഴ്ന്ന ലെവലിലുള്ള പെന്തക്കോസ് ഗ്രൂപ്പിലെല്ലാം ജോയിൻ ചെയ്തിട്ട് അവർ ആ റിലീജിയനാണ് ഫോളോ ചെയ്യുന്നത്. അത് നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും നമുക്ക് കാണാൻ പറ്റും. അവരുടെ സർട്ടിഫിക്കറ്റിൽ അവർ ഹിന്ദുസാണ്, ഹിന്ദുസിൻ്റെ സർട്ടിഫിക്കറ്റാണ് അവരുടെ കയ്യിലെല്ലാം ഉള്ളത്. പക്ഷേ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റിക്കൊണ്ട് അവർ ഈ ക്രിസ്ത്യൻ പെന്തക്കോസ് ഗ്രൂപ്പിലാണ് ചേർന്നുകൊണ്ട് ജീസസ് ക്രിസ്റ്റിനെ ആരാധിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ സ്റ്റേറ്റിൽ പോയി ഓരോ വീടുകളിൽ ചെന്ന് നമ്മളൊരു സർവേ നടത്തിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇവരെല്ലാം ഹിന്ദു റിലീജിയനല്ല ഫോളോ ചെയ്യുന്നത്. ഈ ക്രിസ്ത്യാനിലെ ഈ താഴ്ന്ന ഗ്രൂപ്പ്, പെന്തക്കോസ്റ്റ് ഗ്രൂപ്പ് അതുപോലുള്ള ഗ്രൂപ്പിൽ ചേർന്ന് അവർ പ്രാർത്ഥനാ സംഘങ്ങളായിട്ട് നടന്നു പിന്നെയും ആളുകളെ ഓരോ വീടുകളിൽ പോയി ആളുകളെ മതം മാറ്റാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവരുടെ എല്ലാ അഡ്രസ്സുകളിലും അവർ ഹിന്ദു തന്നെയാണ്. അപ്പോൾ അത് ഗവൺമെൻറ്റിലെ ഉത്തരവാദപ്പെട്ട ആളുകളും നമ്മുടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട സംഘടനാ നേതാക്കളും എല്ലാം ശ്രമിച്ചു. ഇതുപോലെ ഹിന്ദു ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ഈ വേറൊരു മതത്തിൽ ചേർന്നുകൊണ്ട് ആ മതം ഫോളോ ചെയ്യുന്നത് നിർത്തലാക്കേണ്ടത് വളരെ സ്ട്രിക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കണക്കുകൾ പ്രകാരം ഹിന്ദു ജനസംഖ്യ കൂടുതലുണ്ട്. പക്ഷേ ഇത് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ഇൻഡിവിജ്വലായിട്ട് ഓരോ വീടുകളിലും പോയി പരിശോധന നടത്തി ഇവരേത് മതമാണ് ഫോളോ ചെയ്യുന്നത്, ഏത് റിലീജിയനാണ് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരുടെ ഈ ആനുകൂല്യങ്ങൾ സകലതും ക്യാൻസൽ ചെയ്യണം. അത് തെറ്റായ ഒരു നടപടിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇവർക്കെല്ലാം അറിയാം ഇവരുടെ പേര് ഹിന്ദു പേരാണ്, ഇവരുടെ സർട്ടിഫിക്കറ്റുകളിലെല്ലാം സ്കൂളിലും കോളേജിലും സകല റെക്കോർഡും ആ ഹിന്ദു റെക്കോർഡിലുള്ള ആനുകൂല്യങ്ങൾ സകലതും അവർ കൈപ്പറ്റുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെയിൽ നിന്നും. എന്നിട്ടാണ് ഇവർ വേറൊരു മതം ഫോളോ ചെയ്യുന്നത്, വേറൊരു റിലീജിയൻ ഫോളോ ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി സ്ട്രിക്റ്റ് ടു സ്റ്റോപ്പ് ഇൻ അവർ ഇന്ത്യൻ ഗവൺമെൻറ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റായിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യണം. അതിന് വേണ്ട നിയമ നടപടികൾ ഓരോ വില്ലേജ് ഓഫീസർമാർ അതുപോലെ ബന്ധപ്പെട്ട ആരാണ് ഇവർ സർവേ നടത്തിയിട്ട് ഇവരാരൊക്കെയാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് വേറൊരു റിലീജിയനിൽ പോയത് അവരെ മൊത്തം അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്യുകയും എത്ര നാളുകൊണ്ട് ഈ ഹിന്ദു റിലീജിയൻ വിട്ട് വേറെ മതത്തിൽ ചേർന്നുകൊണ്ട് ഈ എത്ര വർഷം കൊണ്ട് ആനുകൂല്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്, ഇത് മൊത്തം ക്യാൻസൽ ചെയ്ത് തിരികെ മേടിക്കണം സാമ്പത്തികമായും. അല്ലാതെ ഏത് രീതിയിലുള്ള ഈ പേരിൽ തന്നെയാണ് അവർ അഡ്മിഷൻ നേടിയെടുക്കുന്നത്. കോളേജുകളും സ്കൂളുകളും MBBS എഞ്ചിനീയറിങ് അതുപോലെ വലിയ നല്ല പോസ്റ്റുള്ള ജോബുകളും ഇവർ ഹിന്ദുവിലെ താഴ്ന്ന ആനുകൂല്യങ്ങൾ എവർക്കെല്ലാം കിട്ടുന്നുണ്ട്. ഹിന്ദു റിലീജിയനിൽ ആ റിലീജിയനിൽ നിന്നുകൊണ്ട് ആ റിലീജിയൻ്റെ പേരിൽ ഇവർ ഗവൺമെൻറ് ജോലി പോലും സമ്പാദിച്ച് ഗവൺമെൻറ് ജോബ് പോലും അവർ നേടിക്കൊണ്ട് ഇവർ വേറെ ക്രിസ്തുമതമാണ് ഫോളോ ചെയ്യുന്നത്. ഇതെല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. സകല സ്റ്റേറ്റിൽ പോയാലും നമുക്കിത് കാണാൻ പറ്റും. ഇത് അവരെ ജോലിയിൽ നിന്നും അവരെ മാറ്റിയെടുക്കണം. ഈ ഹിന്ദുവിൻ്റെ കൺസ്ട്രക്ഷനിൽ കിട്ടിയ ജോലിയും അവരെ നിർത്തലാക്കണം. ഇത് ഓരോ സ്റ്റേറ്റിലും ഉണ്ട്. ഒത്തിരി നമുക്ക് വളരെ ഉദാഹരണങ്ങളുണ്ട്, ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകളുണ്ട്. ഇവരെല്ലാം ഹിന്ദുക്കളാണ്. ഇവർ ഹിന്ദുവിലെ SC വിഭാഗത്തിൽ ഹിന്ദുപ്പെട്ട ആളുകൾ ഇപ്പോൾ അവർ പള്ളിയിലാണ് പോകുന്നത്. ഇപ്പോഴവർ ചർച്ചിൽ പോയി പ്രാർത്ഥനാ സംഘങ്ങളിലെല്ലാം ചേർന്നുകൊണ്ട് പക്ഷേ ജോലി പോലും നേടിയെടുത്ത് ഹിന്ദു പേരിലാണ്. അല്ല അവരുടെ സർട്ടിഫിക്കറ്റിൽ അവർ ക്രിസ്ത്യൻ അല്ലെ കൺവേർട്ടഡ് ക്രിസ്ത്യന് അല്ലെ പെന്തക്കോസ്റ്റ് ഗ്രൂപ്പെന്നോ ഒന്നുമില്ല. അവർ ഹിന്ദു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പേരിലാണ് ഇവർ ഈ ജോലി പോലും നേടിയെടുത്തത്. അപ്പോൾ നമ്മളുടെ എത്രയോ അവസരങ്ങളാണ് ബാക്കിയുള്ള ഹിന്ദു റിലീജിയനിൽ താഴ്ന്ന ഏതെല്ലാം ഗ്രൂപ്പിന് സംവരണമുണ്ടോ ആ സംവരണത്തിന് കിട്ടാനുള്ള അർഹതപ്പെട്ടവരുടെ ചാൻസ് മുഴുവൻ നഷ്ടപ്പെടുവാണ്.
ആ ചാൻസ് നഷ്ടപ്പെട്ട് ബാക്കിയുള്ളവർ വെറുതെ നടക്കുമ്പോഴാണ് ഈ അവസരം ഈ പേരിൽ നേടിയെടുത്ത് ഇവർ വേറെ മതത്തിൽ ചേർന്നു അവരുടെ മതം പ്രചരിപ്പിക്കുകയും ആ മതം പ്രചരിപ്പിക്കുകയും അതിൻ്റെ പ്രാർത്ഥനാ സംഘങ്ങളിലും എല്ലാം ചേർന്നുകൊണ്ട് മറ്റുള്ള ആളുകളെ പരമാവധി അതിലോട്ട് മതം മാറ്റാൻ, അത് ഹിന്ദുസിനെ മാത്രമേ മതം മാറ്റാൻ ഇവർ ശ്രമിക്കുന്നുള്ളൂ. ഒരു മുസ്ലിം ഫാമിലിയെ പോയി മതം മാറ്റാൻ ഇവർക്ക് തൻ്റെ ഇടവില്ല, അതിനൊന്നും ഇവർ ജനിക്കണം. പക്ഷേ ഇത് ഈ തെലങ്കാനയിലും കൂടുതൽ നടക്കുന്നുണ്ട്. തെലങ്കാനയിലെ ഹിന്ദു ഗ്രൂപ്പിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ അവരവരെ ശരിയാക്കും. അത് വേറൊരു കാര്യമുണ്ട്. ഇവിടെ വളരെ സ്ട്രിക്റ്റാണ്, ഹിന്ദുക്കളെല്ലാം വളരെ സ്ട്രിക്റ്റാണ്. ഇത് കേരളത്തിലും അതുപോലെ വടക്കേ ഇന്ത്യയിൽ ചില ഗ്രാമങ്ങളിൽ വളരെ പാവങ്ങളായ ഗ്രാമങ്ങളുണ്ട്. ഇവിടെ എല്ലാം ഇവർ ചെന്നിട്ട് ഈ മതമാറ്റ ലോബി ചെന്ന് മതം മാറ്റുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം അങ്ങനെ മതം മാറിയിട്ടു ആ ഹിന്ദു സമുദായത്തിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം ഇവർ കൈപ്പൊക്കൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനെതിരെ നമ്മൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ പ്രതികരിക്കുകയും വേണം. അതിന് ഗവൺമെൻറ് നിയമപരമായ എല്ലാ ആക്ഷൻ എടുത്ത് ഇവരെ അതിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം ക്യാൻസലാക്കുകയും വേണം. ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ ആലോചിക്കുക. നന്ദി, നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും.